വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള റൂമുകളിൽ ഒന്നെന്ന് പറയുന്നത് കിച്ചണാണ്. ആ കിച്ചൺ അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഒറ്റ കിച്ചൺ മുഖേന നമുക്ക് സാധിക്കും. അതേസമയം ആ കിച്ചൻ്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഒത്തിരി വാസ്തു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് 4 മൂലകളാണുള്ളത്: കന്യമൂല, വായുകോണ്, ഈശാനകോണ്, അഗ്നികോണ്. അപ്പോൾ അഗ്നികോണിലാണ് നമുക്ക് ഈ പറയുന്ന അഗ്നിയുടെ ഏരിയ ആയിട്ട് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ അഗ്നികോൺ എവിടെയാണ്? തെക്ക് കിഴക്കേ മൂലയാണ്, അതായത് സൗത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ വീട് വെച്ചുപോയി നിങ്ങൾക്ക് തെക്ക് കിഴക്ക് മൂലയിൽ അഗ്നി ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തൊരു ഹാളോ ഡൈനിങ്ങോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്കൊരു ഫയർ എനർജി കൊടുത്താൽ അത് ഒത്തിരി സൗഭാഗ്യങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു എനർജി മൂലം സാധിക്കും. അതുപോലെ വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്കേ മൂലയിൽ എല്ലാ ദിവസവും നിങ്ങൾ തീയിടുകയാണെങ്കിൽ അതും ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതുമൂലം സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുന്നത് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായുകോണാണ്. അപ്പോൾ ഫെങ്ഷുയിൽ പറയുന്നു വടക്ക് പടിഞ്ഞാറ് വായുകോണ് ഗൃഹനാഥന്റെ ദിക്കാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് വായുകോണിലാണ് നിങ്ങളുടെ കിച്ചൺ എന്നുണ്ടെങ്കിൽ അത് ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ കൊണ്ടുവരുവാൻ സാധ്യത ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു റെമഡി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട് വെച്ചതിൽ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി പൊളിക്കാനോ എടുക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള മനസ്സിലാക്കിയിട്ട് ചില എലമെന്റുകളോ ചില ഫെങ്ഷി ടൂളുകളോ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അതിൻ്റെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സാധിക്കും. ഇത് 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു വാസ്തുകലയാണ്. അപ്പം അത് നമ്മുടെ വീടും പരിസരവും ഒരുക്കുക, നമുക്ക് അതിലൂടെ കാറ്റിലൂടെയും ജലത്തിലൂടെയും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ കാറ്റും ജലവും എന്നാണ്. ഫെങ് എന്ന് വെച്ചാൽ കാറ്റെന്നും ഷൂയി എന്ന് വെച്ചാൽ ജലവും എന്നാണ്. അപ്പോൾ ഫെങ്ഷുയി കാറ്റിലും ജലത്തിലും കൂടെ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ. ഇനി ഒരുപാട് വീടുകളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ കിച്ചൺ വരുമ്പോഴത്തേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സ്വർണം നിൽക്കില്ല, അത് വിറ്റോ പണയം വെച്ചോ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. പല വീടുകളിലും നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ മിക്കവരും പറയുന്ന ഒരു അഭിപ്രായവും അത് തന്നെയാണ്. സ്വർണം മൊത്തവും വിറ്റുപോയി, അല്ലെങ്കിൽ വീട് വെച്ചപ്പോൾ പോയി, അതല്ലെന്നുണ്ടെങ്കിൽ പലതും പണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പല ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിച്ചൺ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കും. ഇനി ഒരു കാരണവശാലും കിച്ചൺ വന്നുകൂടാത്ത ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് മറ്റേ കന്നിമൂലയിലാണ്. കന്നിമൂലയിൽ ഒരു കാരണവശാലും കിച്ചൺ പാടില്ല. അത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ കിച്ചൺ ഏറ്റവും നല്ല സ്ഥലം അഗ്നികോണിലാണ്, അവിടെ തന്നെ ചെയ്യാൻ നോക്കാം. ഇനി പുറത്ത് ഒരു വർക്ക് ഏരിയ ചെയ്യണം, വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെയ്യണം, എവിടെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും സ്ഥാനം തെക്ക് കിഴക്ക് അഗ്നികോണിൽ തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തായാലും അകത്തായാലും അഗ്നികോണിൽ തന്നെ അഗ്നി വരുത്തുക. അത് കിഴക്കോട്ട് നോക്കി നിന്ന് തന്നെ പാചകം ചെയ്യുന്ന രീതിയിലാക്കുക. അത് സ്റ്റൗ ആയാലും അടുപ്പായാലും. ഫെങ്ഷുയുടെ ചില ടൂളുകളും കൂടെ നോക്കാം. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഉലു അഥവാ കലാഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. ഇത് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി ബെഡിന്റെ സമീപത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു മെറ്റൽ ടോട്ടോയ്സ് ആണ്. ഇതിനെ 2ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു ലോഷർ സ്ക്വയർ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് വിഷ് എഴുതി വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കാൻ നല്ലൊരു ടൂളാണ്. ഇത് ക്രിസ്റ്റൽ ബോൾ ആണ്. ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയോ വടക്ക് കിഴക്ക് ഭാഗത്തെയോ മിസ്സിങ്ങിന് പരിഹാരമായിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.